ആ ബ്രഷ് ഒന്ന് എടുത്തതാ. ആഹാ, മുകളിൽ മൊത്തം ക്ലീനായി. നീ താഴെ കൂടി ഒന്ന് പോളിഷ് ചെയ്യണം. പോപ്പട്ടെ, ഈ പോപ്പട്ടെ എവിടെ പോയി? വല്ലാണ്ട് കള്ളത്തരം പഠിച്ചിരിക്കുക. ഓടിപ്പോയി കാണും. ഈ ഫർണിച്ചർ എടുത്ത് മാറ്റാ. ഇതാ കേട്ടില്ലേ, സ്വന്തമായിട്ട് ഒരു പണിയും ചെയ്യില്ല, എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ഓർഡർ തന്നോണ്ടിരിക്കുക. പോപ്പന്റെ ശബ്ദം ദേ അതിന്റെ അടിയുന്നാ കേക്കുന്നേ. നിനക്കെന്താടാ കണ്ണ് കണ്ടോടാ കഴുതേ? എന്നെ കളിയാക്കി ചിരിക്കുന്നോടാ. നിന്റെ കളർ ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്ക ചേട്ടാ. അയ്യോ, നിനക്കൊക്കെ ഹോളി ആഘോഷിക്കണമെങ്കിൽ തനിച്ച് ആഘോഷിച്ചാ പോരെ. എന്റെ അടുത്ത് കളിച്ചാലേ ഷേപ്പ് ഞാൻ മാറ്റി പറഞ്ഞു. എന്നാ ഭാരം കുറച്ചു കൊടുത്തുകൂടെ? നീ ഒരു ബെസ്റ്റ് ട്രെയിനർ അല്ലേ? സംശയമുണ്ടോ? അതിനാ തടിയൻ വലിയൊരു ഫ്രോഡാണെന്നേ. അയാൾ എക്സസൈസ് ചെയ്യില്ലെന്നാ പറഞ്ഞത്. അയാൾ അനിയനെ കൊണ്ട് ചെയ്യിക്കും. അത് കളിയാക്കാൻ പറഞ്ഞായിരിക്കും. പറ്റില്ലെന്ന് പറഞ്ഞ പോരായിരുന്നോ? അയാളോടെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു പോയി. ഈ 5 മാസം കൊണ്ട് 50 കിലോ കുറച്ചില്ലെങ്കിലേ ഞാൻ അങ്ങക്ക് 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. അയാൾ ശരിക്കും ഒരു തട്ടിപ്പുകാരനായിരിക്കും. അതെ, ചേട്ടായിക്കാണെങ്കിൽ ചിന്തിക്കാനുള്ള സമയവും കിട്ടിയില്ല. കുടുങ്ങിപ്പോയി. ആ തടിയനാണെങ്കിൽ റിക്ലൈനർ ചെയ്തൊന്നും എടിക്ക പോലും ഇല്ല. എന്റെ കൂട്ടുകാരെ, 1 കോടിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിൽക്കേണ്ടി വരും. എന്നാലും പറ്റില്ലല്ലോ. നിന്നെ വാങ്ങാൻ വേണ്ടി 1 കോടി രൂപ ആര് കൊടുക്കാനാ? നീ മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ കൈയും കാലും കെട്ടി തന്നെ ഞാൻ കൊണ്ട് റെയിൽവേ ട്രാക്കിലിടും. പറഞ്ഞേക്കാം, മനസ്സിലായോ? നിങ്ങൾ അയാൾക്ക് 10 പൈസ കൊടുക്കണ്ട. നാളെ അയാളെ ട്രെയിനിങ്ങിനായി ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തണം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ എല്ലാം ശരിയാവും. ഓക്കേ. ചേട്ടാ, നഗരത്തിലെ ഒരുപാട് സിംഹങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒറ്റ മനുഷ്യരെയും വെറുതെ വിടുന്നില്ല. ഒരു തത്തയായ താറത്തിനാണോ സിംഹത്തിനെ പോലെ കിടന്ന് അലർന്നത്? താറത്ത എന്നെ പേടിപ്പിക്കുകയാണോ? അയ്യോ എന്റെ ഭായ്, അത് സിംഹത്തിന്റെ ശബ്ദമാണ്, എന്റേതല്ല. ചേട്ടാ, ഇത് ആ സിംഹം തന്നെയാ. ചേട്ടനെ കടിച്ചായിരുന്നില്ലേ? അത് ചേട്ടാ, ഓടിക്കോ ചേട്ടാ, എന്നെ കൂടെ കൊണ്ടുപോ ചേട്ടാ. ചേട്ടാ, അല്ല, കിറ്റ്കിറ്റ് എവിടെ പോയി? ചേട്ടാ, എന്നെ രക്ഷിക്കേ. വേഗം വന്ന് കയറ്. ആ സിംഹങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഞാനെന്താ താജ്മഹലോ മറ്റോ ആണോ? എഴുന്നേൽപ്പിക്കടാ, എഴുന്നേൽപ്പിക്ക. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. വേഗം എന്നെ രക്ഷിക്കടാ. ഇതെന്താ പട്ടിയെ പോലെ കുറയ്ക്കുന്നത്? ഇതെന്താ കലിയുഗം വല്ലതാണോ? എന്റെ ഭായ്, ഇതേ പുറത്തുനിന്ന് ഏതോ ഡാഗിന്റെ ശബ്ദമാണ്. നിങ്ങൾ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്ക്. ഓടിക്കോ. അയ്യോ, എന്നെ ഒന്ന് ചെയ്യലേ. എന്നെ വെറുതെ വിടണേ. അയ്യോ രക്ഷിക്കണേ. എന്നെ വെറുതെ വിട്ടേക്ക്. അയ്യോ, ഒന്ന് ചെയ്യലേ. ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റില്ല. അയ്യോ, വിയർത്ത് കുളിച്ചേ. അയ്യോ, എനിക്ക് വയ്യ. എവിടെയാ സിംഹം? ഇനി എന്നെ എന്താന്ന് വെച്ചാ ചെയ്തോ? അതെ, ഡാൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിച്ചതും പോരാ, എന്നെ വെറുതെ പിടിച്ച് തല്ലുന്നോ? അയ്യോ അയ്യോ, എനിക്കില്ലേ. ആരാണ് നീയൊക്കെ? എന്റെ പെർമിഷൻ ഇല്ലാതെ ഇതിനൊക്കെ തെങ്ങനെ കയറി? ഞങ്ങള് കിറ്റിന്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അല്ല, ആരായി കിറ്റ്കിറ്റ്? അത് ഞാൻ തന്നെയാണ്. നീ എന്റെ കൂട്ടുകാരായ ബ്ലൂവിനെയും ഗ്രീനിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ ഞാൻ വിട്ടുതരില്ല. ഞാൻ എന്റെ ബോസിന് അവരെ സമ്മാനമായി കൊടുക്കും. എടാ തടിയാ, മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരെ തിരിച്ചേൽപ്പിക്ക്. ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി കടലിൽ കളയും ഞാൻ. ഒരു ഞണ്ടായിട്ട് ഇത്ര അഹങ്കാരോ? വേഗം അറ്റാക്ക് ചെയ്യ്. ശരി സാർ, പൊയ്ക്കോളാം. എടാ മണ്ടന്മാരെ, അറ്റാക്ക്, ആക്രമിക്കാനാ പറഞ്ഞു. നിങ്ങളോട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അയാൾ പറയുന്നത്. നോക്കി നിൽക്കാതെ വേഗം അറ്റാക്ക് ചെയ്യേ. അവന്റെ മൂക്കിലൊന്ന് ഇറുക്ക്. എന്നെ കളിയാക്കി ചിരിക്കണോ? പിടിച്ചു.
എന്റെ ബോസ് നീ തല്ലുവല്ലടാ. അയ്യോ എന്റെ അമ്മച്ചി. എടാ നീയൊക്കെ യുവമാരെയാണോ തല്ലുന്നത്, എന്നെയാണോ തല്ലുന്നത്? അപ്പൊ രൂപയാര് തരും? രൂപയോ? മണി മണി. മണി കാശിന്റെ കാര്യമാണ് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്റ്റണ്ട് കിടക്കട്ടെ. പുതിയ ടി വി, പുതിയ കാറ്, പുതിയ വീട്. ചേട്ടാ ചേട്ടാ ചേട്ടനപ്പൊ ലോട്ടറി അടിച്ചല്ലോ. അതേടാ, എനിക്ക് കുബേരന്റെ നിധി പോലെ ഒരു നിധി കിട്ടിയിരിക്കുകയാണ് മോനെ. അത് ദാ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ചേട്ടാ അതാ എത്തിപ്പോയി. ഹലോ, വെൽക്കം വെൽക്കം. നമുക്ക് ട്രേഡ് മില്ലിൽ ഓടിക്കൊണ്ട് തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. പന്തയം വെച്ച് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്റെ വക വില പിടിച്ച സമ്മാനങ്ങൾ കിട്ടും. അതൊക്കെ ശരിയാക്കാം. 5 മാസം കൊണ്ട് ചേട്ടന്റെ 50 കിലോ കുറച്ചാൽ ചേട്ടൻ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ സമ്മാനം തരും. അതല്ലേ? അത് മാത്രമല്ല പന്തയത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അഥവാ നിങ്ങൾക്ക് 5 മാസം കൊണ്ട് എന്റെ 50 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തരേണ്ടി വരും. പറഞ്ഞ നിബന്ധനകളൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ആശാനെ, വേണമെങ്കിൽ 5 കിലോ എക്സ്ട്രാ ആയിട്ട് കുറച്ച് വന്നേക്കാം. ഈ തോത്താറാമൻ ഇതൊന്നും അത്ര പുത്തരിയല്ല. ഒരു ഫ്രീ ഓഫർ. 50ന്റെ കൂടെ ഒരു 5 കിലോ കൂടി ഫ്രീ ആയിട്ട് കുറയ്ക്കാം. വരൂ, ആദ്യം നമുക്ക് ട്രേഡ് മില്ലിൽ നിന്ന് തുടങ്ങാം. ഓരോ പവൻകുമാർ വേഗം അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കാം. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ എപ്പോഴേ റെഡിയാണ്. ചേട്ടാ അതിന് ഇവർ ആകെ 50 കിലോയല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാനേ ഉണ്ടാവുകയില്ല. അല്ല, ചേട്ടന്റെ മെമ്മറി എങ്ങനെ ലോസ് ആയോ? ചേട്ടന്റെ വെയിറ്റിലെ കുറയ്ക്കണമെന്ന് പറഞ്ഞതാ. എടാ ബണ്ണി, 6 മാസം കൊണ്ട് നീ എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുക. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. നീ ജിമ്മിന്റെ പേര് നശിപ്പിക്കരുത്. ചേട്ടാ ചേട്ടാ, ഒന്ന് സഹായിക്കണം, വലിയൊരു പ്രശ്നമുണ്ട്. എടാ കിക്കിന്റെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ശ്വാസം വലിച്ചുവിടെ. ചേട്ടാ, എന്റെ പ്രാണൻ ഇവിടെ പോകാനിരിക്കുമ്പോഴാണ് ചേട്ടൻ പ്രാണായാമം ചെയ്യാൻ പറയുന്നത്. എന്താ എന്ത് പറ്റി? ചേട്ടാ, ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ബീച്ചിൽ പാർട്ടി നടത്തുമായിരുന്നു. അപ്പൊ 2 ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയി. ഒന്ന് പോടുന്നുണയാ. ബീച്ച് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ ബീച്ചിൽ നിന്ന് കുറച്ച് മണൽ വാരിക്കൊണ്ട് പോവാം. എടാ, ബീച്ചിലെ അല്ല, എന്റെ കൂട്ടുകാരെ കൊണ്ട് ബോട്ടിൽ പോയെന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നിനക്കും പോയിരുന്നില്ലേ? ബീച്ചിൽ നടത്തുന്ന പാർട്ടിയേക്കാളും രസം ബോട്ടിൽ നടത്തുന്ന പാർട്ടിക്കായിരിക്കും. ഹണി, ചൂയും കൊണ്ടോ? എന്റെ കയ്യിലുണ്ട്. എന്നാ അത് കഴിച്ചോ. കുറച്ചു നേരത്തേക്ക് വായൊന്ന് അടഞ്ഞിരിക്കുമല്ലോ. കിറ്റ്കിറ്റേ, ആദ്യം നീ ഇത് പറ, എന്താ സംഭവിച്ചത്? വിദേശത്ത് നിന്ന് എന്റെ കൂട്ടുകാർ റീയൂണിയന് വന്നിരുന്നു. 2 ആൾക്കാർ വന്ന് അവരെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അതില് ഗ്രീനും ബ്ലൂവും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്തു? എല്ലാരും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഇവൻ മാത്രം എന്ത് ചെയ്യാനാ? ഇവനാ പാർട്ടി അവിടെ വെച്ച് നിർത്തി കാണും. അതെ, ഇല്ല, അവരെ ആ ബോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ച് നിങ്ങളുടെ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോര്. ആ, അപ്പൊ പിന്നെ ഞങ്ങളുടെ പാർട്ടി നടത്താലോ. പാർട്ടി നടത്താൻ വേണ്ടിയല്ല, ഇവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാ പോകുന്നത്. സംശയമുണ്ടോ? അതെ, പോകട്ടെ. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ സൽപ്പേര് മുഴുവനും പോകും. എന്റെ ഭായ്, താൻ പേടിക്കണ്ട. അത്രമാത്രം സൽപ്പേരം തനിക്കില്ലല്ലോ. അതോ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു കേടുപാട് വരെ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇവരെ ആ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. എന്നിട്ട് എനിക്ക് വേണ്ടി നല്ല സൂപ്പ് ഉണ്ടാക്കുക. അതുവരെ ഞാനൊന്ന് സൺബാത്ത് ചെയ്യട്ടെ. സൺബാത്ത് വളരെ നല്ലതാണ്. സാർ ഓർക്കൊണ്ടിട്ടാണോ സൺബാത്ത്? ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ? പണി, നമ്മൾ കടലിൽ കുളിക്കാൻ വേണ്ടി വന്നതല്ല. ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. പൂച്ചേ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് ഒരു പണി തരാൻ വേണ്ടി വന്നതാ. എന്തിന്? ഇപ്പൊ പറഞ്ഞു തരാം.
എന്തായാലും ഒരുത്തന്റെ കാര്യം നടപടിയായി. പോട്ടെ, നിനക്ക് കഴിയുന്നവരോട് പോയി. ഞാൻ രാവിലെ വീട്ടിൽ പാലാണ് കുടിക്കുന്നത്. ഞാൻ ന്യൂസാണ് സാധാരണ കാണുന്നത്. അടി കൈ. ഞാൻ ചാനൽ ചേഞ്ച് ചെയ്യാം. ഇന്നാ പിടിച്ചോ, വന്നു കഴിഞ്ഞു ന്യൂസ് ചാനൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി. കൊറോണയെ നശിപ്പിക്കാൻ കുറെ പേർ രംഗത്ത്. ഓഹോ, ന്യൂസ് റിപ്പോർട്ടർ മാറിയല്ലോ. ഇനി ഒരു രസം ഉണ്ടാവില്ല. അതെ അതെ, പരമ ബോറായിരിക്കും. വാ, നമുക്ക് പുറത്ത് ഡിന്നറിന് പോവാം. ബോറടിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ റോഡിലൂടെ സ്പീഡിലാണ് പോക്ക്. സോർദാറെ, നീ ആ ഗുസ്തി ഒന്ന് വെക്ക്. ആ ശരി ശരി, ദാ ഇപ്പൊ വെച്ച് തന്നേക്കാം. ഇതാ കണ്ടോളൂ, തുടങ്ങി കഴിഞ്ഞു ഗുസ്തി. ഇനി മുതൽ ടിവിയില് പുതിയ സീരിയൽ കാണാലോ. ദേ അവൻ മറ്റവനെ മലർത്തി അടിച്ചല്ലോ. അടി കൈ. അയ്യോ, എന്തോന്ന് കൈ അടിക്കാൻ. ഒന്ന് വന്നേ. വാ, നമുക്ക് പുറത്തു പോവാം. എനിക്ക് ബോർ അടിച്ചിട്ട് വയ്യ. സംശയമുണ്ടോ? പോപ്പട്ട്, സാധാരണ നിനക്ക് അങ്ങനെയൊന്നും ബോറടിക്കാത്തയാണല്ലോ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഒന്ന് നിക്ക് സോർദാറെ, നമുക്ക് ആ ക്രിക്കറ്റ് മാച്ച് ഒന്ന് കണ്ടിട്ട് പോവാന്നേ. ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നേ. രണ്ടുപേര് ചേർന്ന് എങ്ങനെ ക്രിക്കറ്റ് കളിക്കാനാ? എനിക്കിത് ആ സാധനം വേണം. അതെന്റെ ബോസിന് ഒരുപാട് ഇഷ്ടപ്പെടും. അതെനിക്ക് ഉടനെ തന്നെ കിട്ടിയേ പറ്റൂ. സാറിന് എന്ത് വേണം നീ പറയുന്നേ? ദാ അത്. അതാ ചോദിച്ചത്, ഏതാന്ന്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ, രണ്ടെണ്ണത്തിന് മനസ്സിലായില്ല. എനിക്ക് ആ കളർഫുൾ ആയിട്ടുള്ള ഞണ്ടിനെയാണ് വേണ്ടത്. നീല ഞണ്ടിനെയും പച്ച ഞണ്ടിനെയും ചുവപ്പ് ഞണ്ടിനെയുമാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ എന്റെ ഐലൻഡിലെ അക്വാറിയത്തിൽ കൊണ്ടിട്ട് വളർത്തും. എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഇന്നാ പിടിച്ചോ. എന്റെ ബോസിനെ ഒരുപാട് സന്തോഷമാകും. വോട്ട് വേഗം അടുപ്പിക്ക്. പിടിച്ചോട്ട് വാ അതിനെ. ഇപ്പൊ പിടിച്ചോണ്ട് വരാം സാർ. ഓടിക്കോ. എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് കണ്ണ് കണ്ടൂടെ? അവിടെ നമ്മളെ പിടിക്കാൻ വരികയാണ്. നാ വേഗം ഓടിക്കോ. നിക്കടാ സിംഹക്കുട്ടികളെ, വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത് പറഞ്ഞേക്കാം. ഓടിക്കോടാ, ദാ തത്ത വരുന്നു. പേടിച്ചോടിക്കളഞ്ഞു സിംഹക്കുട്ടികളാത്രേ. ആ തത്ത പോയി നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യാം. എടോ തോത്താറാമേ, കണ്ടില്ലേ, ഇവർക്ക് തത്തയെ ഭയങ്കര പേടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചേട്ടന് സിംഹത്തെ പേടിയാണ്. അയ്യോ, രക്ഷിക്കണേ, ഇവരെന്റെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ. ഇവരുടെ കയ്യിൽ തന്നെ ഒന്ന് രക്ഷിക്കണേ. തോത്താറാമേ, രക്ഷിക്കണേ. എന്റെ ഭായ്, നിങ്ങളെ രക്ഷിക്കാൻ നിന്നാലേ ഇവന്മാരെ എന്റെ ഒരു എല്ല് പോലും ബാക്കി വെച്ചിരിക്കില്ല, അറിയാമോ? അതും ശരിയാണ്. സിംഹത്തിന്റെ ഫാമിലിക്ക് ഒരാഴ്ചത്തേക്ക് ഇയാളെ മതിയാവും. അയ്യോ തോത്തോറാമേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് രക്ഷിക്ക്. ഞാൻ ആ എഗ്രിമെന്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞ 1 കോടി രൂപയും നീ എനിക്ക് തരണ്ട. അടിപൊളി, ഈ ഡീൽ ഓക്കെയാണ്. അഗ്രിമെന്റ് കീറി കളഞ്ഞേക്ക്. നോക്കട്ടെ. ഇങ്ങനെ പറയാതാണോ ഫാൻ ഇടുന്നത്? ഞാൻ പറക്കുന്നത് കണ്ടില്ലേ? അതിന് നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? നീ തത്തമ്മയല്ലേ, പറക്കുമല്ലോ. പറയൂ, എന്താ പ്രശ്നം? ബാറ്ററി പോയോ?
ഇല്ല ബാറ്ററിക്ക് പ്രശ്നമൊന്നുമില്ല ടി വി റിപ്പയർ ആയത്. മനസ്സിലായി ബാറ്ററി റിപ്പയർ ആയല്ലേ? ടി വിക്കകത്ത് എവിടുന്നാണോ ബാറ്ററി വരിക? എടാ ഇദ്ദേഹത്തിന്റെ ബാറ്ററി റിപ്പയർ അല്ലല്ല, ഈ ബാറ്ററി റിപ്പയർ ആണെന്ന് ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശൈലിയാ. ദാ നോക്കൂ, ഞങ്ങളുടെ ടി വി റിപ്പയർ ആയി പോയി. അല്ല, ടിവിക്ക് എന്താ സംഭവിച്ചത്? ബാറ്ററി റിപ്പയർ ആണോ? ഓ ചെറുതായിട്ടൊരു പനിയുണ്ട്, ഇടക്കിടക്ക് നല്ല ചുമയുണ്ട്. ഓ എടോ ടി വിയിൽ പടം വരുന്നില്ല, അതാണ് പ്രശ്നം. സംശയമുണ്ടോ? ഇന്നലെ ടി വി ഓഫ് ചെയ്തതാണ്, അതിനുശേഷം പിക്ചർ വരുന്നേയില്ല. എടോ ടിവി ഓഫ് ചെയ്താ പിന്നെ എങ്ങനെയാ പിക്ചർ വരിക? ടിവി ഓൺ ചെയ്യണമല്ലോ. ബാറ്ററി റിപ്പയർ ആണോ? അതല്ലേ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്ത് നോക്കിയതാ, പക്ഷെ പടം വരുന്നില്ല. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഉം, ആ. ഞാൻ നോക്കട്ടെ. അതെന്തിനാ? കാരണം ഇത് ഞങ്ങളുടെ ടി വി ആണല്ലോ. എന്റെ ചേട്ടാ ഇതല്ല, അവിടെ ഇരിക്കുന്ന ആ വയറില്ലേ, അത് പിടിച്ച് വലിക്കേ. ഹണി അദ്ദേഹത്തെ ജോലി ചെയ്യാൻ അനുവദിക്ക്, ഡിസ്റ്റർബ് ചെയ്യല്ലേ. നീ പുറത്തേക്ക് വാ. ആ, 18,000 രൂപ ചെലവാകും. പിക്ചർ ട്യൂബ് മാറ്റിയാലേ ശരിയാവൂ. ബാറ്ററി റിപ്പയർ ആണോ? ബാറ്ററി റിപ്പയർ ആണെങ്കിൽ പിന്നെ പിക്ചർ ട്യൂബ് എന്തിനാ മാറ്റുന്നത്? ഇയാൾക്കൊന്നും അറിയില്ല. 18,000 രൂപയെ ചോദിക്കുന്നത്. വാ നമുക്ക് വേറെ കടയിലോട്ട് പോവാം. ഹണി ഹണി നീ എന്തായി കാണിക്കുന്നേ? ഞാൻ ദേ ഈ ടി വി ഒന്ന് നന്നാക്കാൻ നോക്കുവാണ്. അല്ല, ടി വി നന്നാക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമോ? നിന്റെ കൈവശം ടി വി നന്നാക്കാനുള്ള 18,000 രൂപയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഹണി, ജോലി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യ. ഞാനും അതന്നെ ചെയ്യുന്നേ. ആഹാ കൊള്ളാലോ. ടി വി ശരിയായി കഴിഞ്ഞു. ദേ സോർദാറെ, നിന്നെ ടി വി കാണിക്കുന്നുണ്ടടാ. ഇവിടെ കഴുതിയ ടിവിയിലല്ല, ടിവിയുടെ കണ്ണാടി വഴിയാണ് നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടി വിയെ നന്നാക്കി എടുക്കാൻ കഴിയില്ല. നമ്മള് കുടുങ്ങി. മേഡം എപ്പ വേണമെങ്കിലും ഇവിടെ എത്താം. എത്താമെന്നല്ലടാ, ഇതാ എത്തിക്കഴിഞ്ഞു. സംശയമുണ്ടോ? ഞങ്ങൾ റെഡിയാണ് സോർദാർ. ചെല്ല്, വേഗം കഥ തുറക്ക്. ഇതെങ്ങനെയാ ടി വി ഇവിടെ വന്നത്? ചുമരിൽ വെച്ചെന്ന് ടി വി കണ്ട് കണ്ട് വല്ലാതെ ബോറടിച്ചു പോയി. അതെ, ബോർ. ഞങ്ങളിപ്പോ വല്ലാതെ ബോർ അടിക്കുകയാണ്. ബോർ. സംശയമുണ്ടോ? എന്തായാലും കൊള്ളാം. എന്റെ ഫേവറേറ്റ് ഷോയുടെ സമയമായിരിക്കുന്നു. മരുമകളെ, നീ ഇന്ന് വെച്ച കറിയും പഴയതുപോലെ വൃത്തികെട്ടതായിരുന്നു. അങ്ങനെ പറയില്ലേ, ഞാൻ ഇന്ന് വെച്ച കറിയേക്കാളും വൃത്തികെട്ടതാണ് നിങ്ങളുടെ മോന്ത. ദുഷ്ടേ, നീ എന്നോട് അധിക പ്രസംഗം പറയുന്നു. എന്റെ സ്വഭാവം നിനക്കറിയില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്കും അറിയില്ല. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട, പിന്നെ അത് നിങ്ങളും അറിയും. നീ വേഗം പപ്പുവിനെ വിളിക്കൂ. ഇന്ന് കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അല്ലേ പപ്പു ആരാ? അറിയില്ലേ നിനക്ക്? പപ്പു ആരെന്നറിയില്ലേ? പപ്പു എന്റെ മകനാണ്, നിന്റെ ഭർത്താവാണ് മരുമകളെ. വീട്ടിനടുത്തുള്ള പാർക്കിൽ ഞാൻ സ്ഥിരം പോകുമായിരുന്നു. നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ ഞാനിങ്ങ് വന്നു.